Welcome to another session on Java programming. The basic features of Java, just like any other programming language, were already discussed. Now that the core part of Java's object-oriented programming classification has been discussed over here now. Programming languages are roughly classified into two groups: procedural programming and object-oriented programming languages. C is a procedure programming language, whereas C++, Java, etc. are object-oriented programming languages. In a procedure programming language, we are writing procedures to perform the operations on data. Whereas in the case of object-oriented programming, we are creating object to contain data and code in a one single module. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡേറ്റയും ആ ഡേറ്റയുടെ പുറത്ത് വർക്ക് ചെയ്യുന്ന കോഡും ഒരുമിച്ച് ഒരു റാപ്പ് ചെയ്ത് ഒരു പാക്കേജ് ആക്കി വയ്ക്കുന്നതാണ്. ഒരു പാക്കറ്റിനകത്ത് ഇട്ട് വെച്ചാൽ അതെങ്ങനെ ഇരിക്കും, അതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ കോഡും ഡേറ്റയും നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഡേറ്റയ്ക്ക് യാതൊരുവിധ സെക്യൂരിറ്റിയും ഇല്ല, കോഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. whereas in object oriented programming language we give more importance to data. ഡേറ്റ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് തിരിച്ച് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കോഡ് ഇല്ലെങ്കിൽ നമുക്ക് കോഡ് വീണ്ടും റൈറ്റ് ചെയ്യാം, വീണ്ടും ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉരുത്തിരിഞ്ഞു വരുന്നത്. In the procedure programming, everything is open to all. അതായത് any person can get into the data and change it. Whereas in object-oriented programming language, as it is been wrapped and give it as we normally give permission to the people as public or private, etc. Only if you get the access permission, you can get into the data. In the case of object-oriented programming language, that is the benefit of using OOPS concept. Here are the main advantages of using OOPS. It is faster and easier to execute. It is easier to maintain the code as well as the data, and always easy to modify and debug. Another advantage is that a clear structure for the program is provided in OOPS, whereas that is not there in the case of procedure programming languages. Another important concept in OOPS is code reusability. അതായത് ആരോ എഴുതിയിരിക്കുന്ന കോഡിനെ നമുക്കെടുത്ത് വീണ്ടും നമുക്ക് അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തി സെയിം ഡേറ്റ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഡേറ്റയുടെ പുറത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് കോഡ് റീയൂസബിലിറ്റി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സെക്യൂരിറ്റി തരുന്നു ഡേറ്റയ്ക്കും കോഡിനും. അതുപോലെ തന്നെ OOPSൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് എ റിയൽ വേൾഡ് സിറ്റുവേഷൻസ്. ഓബ്ജക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് OOPS. ഇനി പ്രധാനപ്പെട്ട OOPSലെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രൊസീജിയർ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർക്ക് തീരെ പരിചയമില്ലാത്ത ചില കോൺസെപ്റ്റുകളും ചില ടേംസും ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്കഷൻ അവിടെ നിന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ജാവയുടെ കോഡിങ്ങിനെ പറ്റിയും അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റിയും കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രോഗ്രാമിംഗ് സൈഡിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. OOPS എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ആദ്യത്തെ കോൺസെപ്റ്റ് ക്ലാസിൻ്റെയാണ്. ക്ലാസ് എന്താണെന്നും അതെങ്ങനെ ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്നും ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ ഡേറ്റയും ആ ഡേറ്റയുടെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കോഡും ഡേറ്റയുടെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസും ഒരുമിച്ച് ചേർത്തൊരു പാക്കറ്റാക്കി വെച്ചാൽ അതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സിൽ നിന്നും ക്ലാസിൻ്റെ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഓബ്ജക്റ്റാണ് പിന്നീട് രണ്ടാമത്തെ OOPSലെ കോൺസെപ്റ്റ്. ക്ലാസ് ഒരു ടെംപ്ലേറ്റായിട്ട് വർത്തിക്കുമ്പോൾ ഓബ്ജക്റ്റ് ആ ടെംപ്ലേറ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു റിയൽ വേൾഡ് സിറ്റുവേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റിനകത്ത് ഡേറ്റയുണ്ട്, ഡേറ്റയോടൊപ്പം തന്നെ ഡേറ്റയുടെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസിനെ കോഡായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കോഡിനെയാണ് മെത്തേഡ് എന്ന് സാധാരണഗതിയിൽ വിളിക്കുന്നത്.
സി ലാംഗ്വേജിൽ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന പേരിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പേര് മെത്തേഡ് എന്നാണ്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് ഡേറ്റയുണ്ട്, അതിനെ നമ്മൾ ഡേറ്റ മെമ്പേഴ്സ് എന്നും, അതിന് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കോഡുണ്ട്, അതിനെ നമ്മൾ മെമ്പർ മെത്തേഡ്സ് എന്നും പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട OOP കോൺസെപ്റ്റ് എൻക്യാപ്സുലേഷനാണ്. എൻക്യാപ്സുലേഷൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡേറ്റയും ഡേറ്റയുടെ പുറത്തുള്ള കോഡിനെയും ഒരുമിച്ച് പൊതിഞ്ഞ് സെക്യൂരിറ്റി ലെവൽ കൊടുത്തുകൊണ്ട് ആക്സസ് പെർമിഷൻ ഡിനേ ചെയ്യുകയോ അല്ലെങ്കിൽ നൽകുകയോ ചെയ്തുകൊണ്ട് ചേർത്ത് വയ്ക്കുന്ന രീതിയാണ് എൻക്യാപ്സുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട OOPS കോൺസെപ്റ്റ് കൂടിയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഔട്ട്ലൈൻ മാത്രമേ സാധാരണഗതിയിൽ കൊടുക്കാറുള്ളൂ. ആവശ്യം വേണ്ടവർ ആ ക്ലാസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കൃത്യമായ ഡെഫിനിഷൻസ് കൊടുക്കാവുന്നതാണ്. മറ്റൊരു കോൺസെപ്റ്റ് പോളിമോർഫിസമാണ്. ഒരു കാര്യം ഒന്നിൽ കൂടെ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് തന്നെ ഫങ്ഷനാലിറ്റിയിലേക്ക് വരുമ്പോൾ പല രൂപത്തിലത് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്ലാസ്സിന് തന്നെ പല ഫോമുകളിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ നിന്നും നമ്മൾ മറ്റൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തുണ്ടാക്കുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ബേസ് ക്ലാസ്സിൽ വെറും ഒരു അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ മാത്രമേ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളൂ. അതിൽ നിന്നും ഡിറൈവ് ചെയ്ത ക്ലാസ്സിനകത്താണ് കൃത്യമായിട്ട് നമ്മൾ ഡേറ്റയും കോഡും എഴുതി ചേർക്കാറ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ നിന്നും തുടർച്ചയായിട്ട് ക്ലാസ്സുകളെ പുതിയ രൂപത്തിലും ഭാവത്തിലും ഡിറൈവ് ചെയ്തുണ്ടാക്കുന്നതാണ് ഇൻഹെറിറ്റൻസ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ ടൈമിൽ ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. സി ലാംഗ്വേജിൽ കമ്പൈൽ ടൈം ബൈൻഡിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്പൈൽ ടൈം ബൈൻഡിങ് എന്ന് വെച്ചാൽ കമ്പൈലേഷൻ ടൈമിൽ തന്നെ ഏത് ഫങ്ഷൻ കോളും ഏത് കോഡിനെയാണ് കോൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിരിക്കും. ഡൈനാമിക് ബൈൻഡിങ്ങിൽ അത് എക്സിക്യൂഷൻ ടൈമിൽ മാത്രമേ പലപ്പോഴും അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ ടൈമിന് മാത്രമാണ് കോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എക്സിക്യൂഷൻ ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് പോകുന്നു എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ബൈൻഡിങ്ങിനെയാണ് ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. മറ്റൊരു കോൺസെപ്റ്റ് മെസ്സേജ് പാസിംഗ് ആണ്. അത് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും സി ലാംഗ്വേജിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ആ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മെസ്സേജ് പാസിംഗ് എന്നാണ് തന്നെയാണ് വിവക്ഷിക്കുന്നത്. ജാവയിൽ ആ ഡേറ്റ എന്ന് പറയുന്നത് പലപ്പോഴും ഒബ്ജക്റ്റുകളോ മറ്റു തരത്തിലുള്ള ഇൻഫർമേഷനോ ആകാറുണ്ട്. മെസ്സേജ് പാസിംഗ് എന്നാൽ ഇൻഫർമേഷനെ ഒരു പ്രോസസ്സിൽ നിന്നും മറ്റൊരു പ്രോസസ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത് ജാവ ക്ലാസ്സിൽ നിന്നാണ്. ക്ലാസ്സിൽ നിന്നും എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഒബ്ജക്റ്റിനകത്ത് എങ്ങനെ ഡേറ്റയെയും കോഡിനെയും എഴുതി ചേർക്കാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. As I said earlier, class is a template for object and object is actually an instance of a already declared class. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ക്ലാസ് എന്ന് വെച്ചാൽ. സാധാരണഗതിയിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ മെമ്മറി അലൊക്കേഷൻ സംഭവിക്കാറില്ല. പക്ഷേ ആ ക്ലാസ്സിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് മെമ്മറി അലോട്ട്മെൻറ്റ് സംഭവിച്ച് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ് ഈസ് ദ വേ ഓഫ് ഡിക്ലെയറിങ് ഡേറ്റ ആൻഡ് റൈറ്റിംഗ് ദ കോഡ് ഫോർ പെർഫോമിങ് ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ. എന്തൊക്കെയാണ് ഡേറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നും ആ ഡേറ്റയുടെ പുറത്ത് എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് ചെയ്യാൻ പോകുന്നു എന്നും കൃത്യമായി നിർവചിച്ചു വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ഡിഫൈൻ ചെയ്ത ശേഷം ആ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള മെമ്മറി അലോട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് നമ്മൾ ഒബ്ജക്റ്റിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ക്ലാസ് എന്ന് വെച്ചാൽ പാക്കിംഗ് ടുഗദർ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് ആൻഡ് ഫങ്ഷൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് എടുക്കുക. അതിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഡേറ്റയുണ്ട്. അതുപോലെ തന്നെ ഡേറ്റയുടെ പുറത്ത്
ചെയ്യുന്ന ഓപ്പറേഷൻസ്, അഡ്മിഷൻ നൽകുക, TC നൽകുക, ഫീസ് പേ ചെയ്യുക, ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക തുടങ്ങി ഒരുപാട് ഓപ്പറേഷൻസ് ഈ ഡേറ്റയുടെ പുറത്ത് സാധാരണ നടക്കാറുണ്ട്. ഈ ഡേറ്റയുടെ പുറത്തുള്ള ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന കോഡിനെയും പ്രോഗ്രാം കോഡിനെയും ഒരുമിച്ച് റാപ്പ് ചെയ്ത് വയ്ക്കുന്ന ആ ക്ലാസ്സിനെ നമ്മൾ സ്റ്റുഡൻറ്റ് ക്ലാസ് എന്ന് പറയുന്നു. ഈ സ്റ്റുഡൻറ്റ് ക്ലാസ് സാധാരണഗതിയിൽ ഒരു ബേസിക് ഡേറ്റ ടൈപ്പ് പോലെ തന്നെ പെരുമാറാറുണ്ട്. അതായത് ഇൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെയും നമുക്കിനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇൻറ്റ് n1, n2 എന്ന് വെച്ചാൽ ഇൻറ്റീജർ രൂപത്തിലുള്ള രണ്ട് വേരിയബിളായ n1നെയും n2നെയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റുഡൻറ്റ് s1, s2 എന്ന് വെച്ചാൽ s1 എന്ന s2 എന്ന രണ്ട് ഓബ്ജക്ട്സിനെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡിക്ലറേഷൻ ഓഫ് വാട്ട് ഈസ് ദയർ ഇൻസൈഡ് എ particular template. Object is actually you are representing how the memory is been allocated. So for example, നിങ്ങളൊരു റെയിൽവേ റിസർവേഷൻ കൗണ്ടറിൽ ചെന്നാൽ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഫോംസ് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം ഒരേപോലെ പ്രിൻ്റ് ചെയ്തതാണ്. അതിൽ നിന്നൊരു ഫോം നിങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ പേര്, ട്രെയിനിൻ്റെ നമ്പർ, ഡേറ്റ് തുടങ്ങി ബാക്കി എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് പൈസ സഹിതം നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ആ കൗണ്ടറിൽ ഇരിക്കുന്നയാൾ അത് റിസീവ് ചെയ്യുകയും ആ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു റിസീപ്റ്റ് തരികയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുത്ത ഫോം ഒരു ഓബ്ജക്റ്റാണ്. അവിടെ ഇരിക്കുന്ന ബ്ലാങ്ക് ഫോംസ് വെറും ക്ലാസ്സാണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജിന് ഒരു സീലുണ്ട്. ആ സീല് ഇങ്കിൽ മുക്കി ഒരു പേപ്പറിൽ പതിപ്പിക്കുമ്പോൾ, ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അടിയിൽ പതിപ്പിക്കുമ്പോൾ അത് ഒരു ഒബ്ജക്റ്റായി മാറുന്നു. ആ സീലെന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്, ഒരു മോഡലാണ്. ആ സീൽ ഉപയോഗിച്ച് എത്ര സീല് വേണമെങ്കിലും പേപ്പറും മഷിയും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പതിപ്പിച്ച് പുതിയ പ്രിൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സീൽ നിങ്ങളുടെ ക്ലാസ്സും സീൽ ഉപയോഗിച്ച് പേപ്പറിൽ നിങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന ആ ഇംപ്രഷൻസ് എല്ലാം ഓബ്ജക്റ്റും ആണ്. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മെമ്മറി അലോട്ട്മെൻറ്റ് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമേ റിയൽ ഡേറ്റയും മെമ്മറിയിലോട്ട് സ്റ്റോർഡ് ആകുന്നുള്ളൂ. ഒരു ക്ലാസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് വരുന്നു. അതിന് തൊട്ട് പിറകെ ക്ലാസ് നെയിം നമ്മൾ എഴുതി ചേർക്കുന്നു. അതൊരു യൂസർ ഡിഫൈൻഡ് നെയിമാണ്. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ സിൻറ്റാക്സിൽ കാണുന്ന പോലെ ക്ലാസ് നെയിം രണ്ട് വാക്കുകൾ ചേർത്തെഴുതിയിരിക്കുന്ന ഒരു കോമൺ നെയിമിംഗ് കൺവെൻഷൻ അതിനുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ദാറ്റ് you have to follow the naming concept, but normally the concept is that you add a word and a noun, and the second word first letter is always a capital letter. അപ്പോൾ ഞാനൊരു ക്ലാസിൻ്റെ പേരെഴുതുന്നു. ക്ലാസിൻ്റെ പേരെഴുതുന്നത് കോളേജ് ഡേറ്റ എന്നാണെങ്കിൽ കോളേജ് ഈസ് മൈ ഫസ്റ്റ് വേർഡ്, നെയിം ഈസ് മൈ കോളേജ് ഡേറ്റ ഈസ് മൈ സെക്കൻഡ് വേർഡ്. അതിനകത്ത് ക്യാപിറ്റൽ D എഴുതുന്നു. അതാണ് സാധാരണഗതിയിൽ എഴുതുന്ന രീതി. അത് സാധാരണ നൗണാണ് ഉപയോഗിക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് വേരിയബിൾ നെയിം കൊടുക്കുന്ന പോലെ എന്ത് നെയിമിംഗ് കൺവെൻഷൻ വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ ക്ലാസ് നെയിം എന്താണ്, മെത്തേഡ് നെയിം എന്താണ്, അതിനകത്ത് ഡേറ്റ മെമ്പേഴ്സിൻ്റെ നെയിം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ നെയിമിംഗ് കൺവെൻഷൻ സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രാക്കറ്റിൽ നിന്നും ആണ്. അവിടെ നമ്മൾ ആദ്യം എഴുതുന്നത് അതിനകത്ത് വരുന്ന ഡേറ്റയാണ്. അതിനുശേഷം കൺസ്ട്രക്ടർ എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ളൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഉണ്ട്, ഇല്ല നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് എഴുതി ചേർക്കുന്നു. അതിനുശേഷം ആ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ള മെത്തേഡ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരു ക്ലാസ് ഡെഫിനിഷനിൽ വരാറുള്ളത്. ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത് ആക്സസ് പെർമിഷനാണ്. ആർക്കൊക്കെ ഈ ക്ലാസ് ഉപയോഗിക്കാം എന്നാണ് സാധാരണഗതിയിൽ ഈ ആക്സസ് മോഡിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും പബ്ലിക് കണ്ടിട്ടുണ്ട്, പ്രൈവറ്റ് കണ്ടിട്ടുണ്ട്, പ്രൊട്ടക്റ്റഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബീൻ ഗിവൺ ടു ഓൾ ദ പീപ്പിൾ, ഓൾ പെർമിഷൻസ്. ഇഫ് ഇറ്റ് ഈസ് പ്രൈവറ്റ്, ഓൺലി ദ ഗിവൺ യൂസേഴ്സ് ക്യാൻ യൂസ് യുവർ ക്ലാസ്. അപ്പോൾ ആക്സസ് മോഡിഫയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും.
ഈ ക്ലാസ്സിന് എന്ത് തരത്തിലുള്ള പെർമിഷനാണ് കൊടുക്കേണ്ടത് എന്നാണ് ആക്സസ് മോഡിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് മോഡിഫയർ ക്ലാസ് കീവേഡ് ദെൻ നെയിം ഓഫ് ക്ലാസ്, അത് നിങ്ങൾ കൊടുക്കുന്ന ഒരു യൂസർ നെയിമാണ്. എക്സാമ്പിളായിട്ടൊരു സാമ്പിൾ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആകും. ഒരു ക്ലാസ്സിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണ്. ക്ലാസ്, ഞാനിവിടെ ആക്സസ് മോഡിഫയർ ഒഴിവാക്കി ഡീഫോൾട്ടായിട്ടുള്ള ആക്സസ് മോഡിഫയർ ഉപയോഗിക്കുന്നു. ക്ലാസ്, ദിസ് ഈസ് മൈ ക്ലാസ് നെയിം, സം ക്ലാസ്. സം ക്ലാസ് ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ സി എഴുതിയിരിക്കുന്നു. പക്ഷേ സാധാരണ ഇതിൽ നമ്മൾ സം വേണമെങ്കിൽ സ്മോൾ ലെറ്ററിൽ എഴുതാം. ദർ ഈസ് ആക്ച്വലി നോ സിൻടാക്സ് എറർ ഇൻ റൈറ്റിംഗ് എനി നെയിം, ബട്ട് ഓൺലി തിങ് ഈസ് ദാറ്റ് വേരിയബിൾ നെയിം കൊടുക്കുന്ന അതേ റൂൾസ് തന്നെ ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, സം ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് 3 ഡേറ്റ ടൈപ്പാണ്, ഡേറ്റ മെമ്പേഴ്സാണ് ഉള്ളത്. എ ബി ടോട്ട്, അത് 3ഉം ഇൻറ്റീജറാണ്. ഇനി എത്ര മെത്തേഡ്സ് ഉണ്ടെന്ന് നോക്കൂ. ഓയിഡ് ഗെറ്റ് ഡേറ്റ, ഓയിഡ് ആഡ്, ഓയിഡ് ഡിസ്പ്. 1 2 3 3 മെത്തേഡ്സ് ഉണ്ട്. ഇതിന് നമ്മൾ മെമ്പർ മെത്തേഡ്സ് എന്നാണ് പറയുക. ഫംഗ്ഷൻ എന്ന് പറയുന്ന വാക്കിന് പകരമാണ് മെത്തേഡ് വരുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അനുസരിച്ച്. ഇവിടെ അത് ഡസ് നോട്ട് റിട്ടേൺ എനിത്തിങ്, അതുകൊണ്ട് ഓയിഡ് കൊടുക്കുന്നു. ഗെറ്റ് ഡേറ്റ, ഇനി നോക്കൂ, ഇവിടെ ഇൻറ്റ് n1 ഇൻറ്റ് n2 2 പാരാമീറ്റേഴ്സിനെ നമ്മൾ ഈ മെത്തേഡിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പാസ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ട് ഈ ക്ലാസ്സിനകത്തെ എയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എ ഈസ് ഈക്വൽ ടു n1. രണ്ടാമത്തെ ഡേറ്റ മെമ്പറായ ബിയുടെ വാല്യൂ രണ്ടാമത്തെ വാല്യൂ വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, എ ഈസ് ഈക്വൽ ടു n1, ബി ഈസ് ഈക്വൽ ടു n2. രണ്ടാമത്തെ മെത്തേഡായ ആഡിൽ നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ഡേറ്റ മെമ്പറിലേക്ക് ഇതിൻ്റെ സമ്മ് സ്റ്റോർ ചെയ്യുന്നു. ടോട്ട് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ദെൻ നെക്സ്റ്റ് ഈസ് ഓയിഡ് ഡിസ്പ്. ഓയിഡ് ഡിസ്പ്ലേ ഒന്നുമില്ല, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ടോട്ടിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ദിസ് ഈസ് യുവർ ക്ലാസ്, ദിസ് ഈസ് യുവർ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് മെയിൻ ക്ലാസ് മാത്രമാണ്. മെയിൻ ക്ലാസ് എന്ന് വെച്ചാൽ മെയിൻ മെത്തേഡുള്ള ക്ലാസ്സാണ്. എക്സിക്യൂഷൻ നടക്കുന്നത് ഈ ക്ലാസ്സിനകത്തു നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇപ്പോൾ 2 ക്ലാസ് ഉണ്ട്. ഒന്ന് ഹലോ വേൾഡും 2 സം ക്ലാസ്സും. ഹലോ വേൾഡും സം ക്ലാസ്സും. നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേരെപ്പോഴും ഹലോ വേൾഡ് ഡോട്ട് ജാവ എന്നായിരിക്കും. അതായത് ഓൾ എക്സിക്യൂട്ടബിൾ സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ് നെയിം വിൽ ബി ദ നെയിം ഓഫ് ദ മെയിൻ മെത്തേഡ് ക്ലാസ്. മെയിൻ മെത്തേഡ് എവിടെയാണോ ഉള്ളത് ആ ക്ലാസ്സിൻ്റെ പേരാണ് പ്രോഗ്രാമിൻ്റെ പേര്. പക്ഷേ നിങ്ങളുടെ ഡേറ്റയുടെ പുറത്ത് നടക്കുന്ന ഓപ്പറേഷൻസും മെയിൻ മെത്തേഡിലല്ല ഉള്ളത്. അതുള്ളത് എപ്പോഴും അതിൻ്റെ കൂടെ, ആ പ്രോഗ്രാമിൽ കൂടെ വരുന്ന ക്ലാസ്സിനകത്താണ് ഉള്ളത്. അതുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കണം. മെയിൻ ക്ലാസ്സിൽ ജസ്റ്റ് ഓബ്ജക്റ്റ് ക്രിയേഷനും ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ മെത്തേഡിനെ കോൾ ചെയ്യൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ഹലോ വേൾഡിനകത്ത് നമ്മൾ മെയിൻ എഴുതിയിരിക്കുന്നു, ഇവിടെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സം ക്ലാസ് S1 ഈസ് ഈക്വൽ ടു മീൻസ് വാട്ട്, സം ക്ലാസ് ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്ത ക്ലാസ്സാണ് സം ക്ലാസ്. ആ രൂപത്തിലുള്ള ഒരു ഒബ്ജക്റ്റാണ് S1. S1നെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഡിക്ലറേഷൻ മാത്രമേ ആവുന്നുള്ളൂ. ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. ന്യൂ സം ക്ലാസ്. ഈ ബ്രാക്കറ്റ് ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിനെ വച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിനകത്തുള്ള കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യണം എന്നുള്ളതാണ്. ബൈ ഡീഫോൾട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യപ്പെടും. ഇവിടെ ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം ബ്രാക്കറ്റ്സ്. അപ്പോൾ സംഭവിച്ചിത്രയാണ്. S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. S1നകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് ചോദിച്ചാൽ S1നകത്ത് ഒരു A ഉണ്ട്, ഒരു B ഉണ്ട്, ഒരു ടോട്ടുണ്ട്, ഒരു മെത്തേഡ് ഗെറ്റ് ഡേറ്റ, രണ്ടാമത്തെ മെത്തേഡ് ആഡ്, മൂന്നാമത്തെ മെത്തേഡ് ഡിസ്പ്. ഈ 3 മെത്തേഡും 3 ഡേറ്റയും കൂടെ ചേർന്നതാണ് S1. ഒരേ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുള്ളൂ. S1 ഉപയോഗിച്ച് നമ്മൾ ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യാൻ പോവാണ്. S1നകത്തുള്ള ഗെറ്റ് ഡേറ്റയെ കോൾ ചെയ്യാണ്. ഗെറ്റ് ഡേറ്റയിലേക്ക് നമ്മൾ 2 ഇൻറ്റീജർ വാല്യൂസിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു, 5ഉം 10ഉം. അപ്പോൾ n1ന് 5ഉം n2ന് 10ഉം വാല്യൂ കിട്ടുന്നു. അത് വെച്ചിട്ട് ആ ക്ലാസ്സിനകത്തെ ഡേറ്റ മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് തിരിച്ചിവിടെ വരുന്നു. S1 ഉപയോഗിച്ച് നമ്മൾ ആഡിനെ കോൾ ചെയ്യുന്നു. ഒബ്ജക്റ്റ് S1നകത്ത് വരുന്നു. S1 ഉപയോഗിച്ച് നമ്മൾ ആഡിനെ കോൾ ചെയ്യുന്നു. ആഡിനകത്ത് എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എയിലും ബിയിലും വാല്യൂസ് ഉണ്ട്, അതോടൊപ്പം ടോട്ടൽ എന്ന് പറയുന്ന വാല്യൂ കൂടെ വന്നു കഴിഞ്ഞു. അടുത്തത്
S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഡിസ്പിനെ കോൾ ചെയ്യുന്നു. ഡിസ്പ് മൂന്നാമത്തെ ഡേറ്റ മെമ്പറാണ്. ഡിസ്പിനെ കോൾ ചെയ്യുമ്പോൾ ഈ ടോട്ടലിനെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടലിനെ ഡിസ്പ്ലേ ചെയ്യും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസ്സിനകത്തെ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യണമെങ്കിൽ ആ ക്ലാസ്സിൻ്റെ രൂപത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആ മെത്തേഡിനെ കോൾ ചെയ്യണം. അപ്പോൾ ഒരു ക്ലാസ് ഉപയോഗിച്ചൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഒരു മെത്തേഡ് നെയിം കൊടുക്കുന്നു, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എല്ലാം പാസ് ചെയ്യാനുണ്ടെങ്കിൽ പാസ് ചെയ്യുന്നു. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ നമ്മൾ മുമ്പേ പഠിച്ചത് ഓർമ്മിക്കണം. ഡോട്ട് ഓപ്പറേറ്റർ പഠിച്ചതാണ്. ഡോട്ട് ഓപ്പറേറ്റർ എന്തിനുള്ളതാണ്? ഒബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡേറ്റയെയോ മെത്തേഡിനെയോ റെപ്രസെൻ്റ് ചെയ്യാൻ ഒബ്ജക്റ്റിൻ്റെ പേര് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷമാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. S1 ഡോട്ട് ഗെറ്റ് ഡേറ്റ എന്ന് വെച്ചാൽ യൂസിങ് ദ ഒബ്ജക്റ്റ് S1 കോൾ ദ മെത്തേഡ് ഗെറ്റ് ഡേറ്റ. S1 ഡോട്ട് ആഡ് എന്ന് വെച്ചാൽ യൂസിങ് ദ ഒബ്ജക്റ്റ് S1 കോൾ ദ മെത്തേഡ് ആഡ്. S1 ഡോട്ട് ഡിസ്പ് എന്ന് വെച്ചാൽ യൂസിങ് ദ ഒബ്ജക്റ്റ് S1 കോൾ ദ മെത്തേഡ് ഡിസ്പ്. ഡിസ്പ് അടുത്ത ലൈനിൽ വരേണ്ടതാണ്. അതൊരു മിസ്റ്റേക്കായിട്ട് ഇവിടെ വന്നേ ഉള്ളൂ. ഇവിടെയാണ് സാധാരണ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസ്സും ഒബ്ജക്റ്റും. ഒരു ഒബ്ജക്റ്റ് മാത്രമേ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തുള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിൽ 19 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് S1, S2, S3, 19 ഒബ്ജക്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഒബ്ജക്റ്റ് വെച്ചിട്ടും നമ്മൾ മെത്തേഡിനെ കോൾ ചെയ്യണം. ഓരോരുത്തരുടെ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഡേറ്റയുടെ പുറത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കണം. ഇനി മുതൽ ക്ലാസ് വെച്ച് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പം ഡേറ്റ മാത്രമല്ല ക്രിയേറ്റഡ് ആകുന്നത്, ആ ഡേറ്റയുടെ കൂടെ കോഡിൻ്റെ ഒരു കോപ്പി കൂടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അതായത് സ്റ്റുഡൻറ്റ് S1 എന്ന് വെച്ചാൽ S1 എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റയും ആ ഡേറ്റയുടെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ട കോഡിൻ്റെ ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അതൊരു പാക്കേജായിട്ട് ഒരു പാക്കറ്റായിട്ട് റാപ്പ് ചെയ്ത ഒരു പാക്കറ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോഡിൻ്റെ കൂടെ ഡേറ്റയും ഒരുമിച്ചാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതെപ്പോഴും വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡ്സാണ് കൺസ്ട്രക്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ക്ലാസ് ഉപയോഗിച്ച് ഓബ്ജക്റ്റിനെ ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് അതിന് മെമ്മറി അലോക്കേഷൻ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ മെമ്മറി അലോട്ട്മെൻറ്റ് സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി അതിനകത്തെ ഡേറ്റയെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യുന്ന സ്പെഷ്യൽ മെത്തേഡ്സിനെയാണ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദ ക്ലാസ് നെയിം ആൻഡ് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് whenever you use new operator for creating an object. This constructor method is automatically called. ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ ഓബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡിൻ്റെ പേരെഴുതി നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ കോഡ് എഴുതിയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ കൺസ്ട്രക്റ്റേഴ്സ് ഒരിക്കലും നമ്മൾ കോൾ ചെയ്യുന്നതല്ല. സിസ്റ്റം കോൾസ് whenever a new object is been created. It does not have any return type. That is also very important. No return type. ഓയിഡ് എന്ന് പോലും അതിനു മുമ്പേ എഴുതരുത്. Classifications of constructors. There are 4 types of constructors. One is the default constructor, that is it is provided by the system. We are not writing separate code for default constructors. Default constructors new എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ച് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്നതാണ്. ഇനി ഡീഫോൾട്ട് കൺസ്ട്രക്ടറിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കൺസ്ട്രക്ടർ മെത്തേഡ് എഴുതണം എന്നുണ്ടെങ്കിൽ there are 3 classifications: parameterized constructors, non parameterized constructors, copy constructor. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ കൺസ്ട്രക്ടർ മെത്തേഡിലേക്ക് നമ്മൾ ഡേറ്റയെ പാസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഡേറ്റ വെച്ചിട്ട് ആ ഒബ്ജക്റ്റിനകത്തെ ഡേറ്റ ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നു. നോൺ പാരാമീറ്ററൈസ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, കൺസ്ട്രക്ടറിലേക്ക് ഒന്നിനെയും പാസ് ചെയ്ത് കൊടുക്കുന്നില്ല. കോപ്പി കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുമ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഓബ്ജക്റ്റിനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ വെറും ഡേറ്റയാണ് പാസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കോപ്പി കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത് അതേ ഒബ്ജക്റ്റിൻ്റെ രൂപത്തിലുള്ള വേറൊരു ഒബ്ജക്റ്റിനെയാണ്, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന മറ്റൊരു ഒബ്ജക്റ്റിനെയാണ്. അപ്പോൾ സാധാരണ മെത്തേഡ്സിന് പുറമെ കൺസ്ട്രക്ടർ മെത്തേഡ്സ് കൂടെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ എഴുതാറുണ്ട്.
ഇനി ഫൈനലൈസർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള മറ്റൊരു തരത്തിലുള്ള മെത്തേഡും ക്ലാസ്സിനകത്ത് നമ്മൾ ചിലപ്പോൾ എഴുതി ചേർക്കാറുണ്ട്. അതായത് ഒരു ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെമ്മറി അലോട്ട്മെൻറ്റ് നടക്കും എന്ന് പറഞ്ഞു. ആ മെമ്മറി അലോട്ട്മെൻറ്റ് നടക്കുകയും ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്ന മെത്തേഡാണ് കൺസ്ട്രക്ടർ. ഇനി ഒരു ഓബ്ജക്റ്റിൻ്റെ ആവശ്യം തീർന്നു, അപ്പോൾ എന്തു ചെയ്യും? അതിനുവേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറിയെ ഗാർബേജ് കളക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് തിരിച്ചു നൽകുന്നു. അപ്പോൾ ഫ്രീ ചെയ്യുന്നു, അലോട്ട് ചെയ്ത സ്പേസിനെ ഫ്രീ ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ മെത്തേഡാണ് ഫൈനലൈസർ മെത്തേഡ്. അപ്പോൾ കൺസ്ട്രക്ടർ മെത്തേഡ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പരിപാടിയാണ് ഫൈനലൈസർ മെത്തേഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗാർബേജ് കളക്ഷൻ. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് വൈൽ ഡിലീറ്റിംഗ് ഓബ്ജക്ട്സ്. ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ സമയത്ത്, ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ സമയത്ത് നമ്മൾ കൺസ്ട്രക്റ്റേഴ്സിനെ കോൾ ചെയ്യുമ്പോൾ ഓബ്ജക്റ്റിനെ ആവശ്യം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൾ ചെയ്യുന്ന മെത്തേഡാണ് ഫൈനലൈസ്. ഫൈനലൈസേഷൻ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഇനിഷ്യലൈസേഷൻ. ഇറ്റ് ഈസ് കോൾഡ് whenever we reach at the end of the code where we have created that particular object. അതായത് അതിൻ്റെ ഉപയോഗം കഴിയുന്ന പോയിൻ്റ്. ആൻഡ് another important concept is that it is always defined as protected. പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ ആക്സസ് സ്പെസിഫൈ കൊടുക്കാറില്ല. ഫൈനലൈസ് മെത്തേഡിന് നമ്മൾ കൊടുക്കുന്നത് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആക്സസ് പെർമിഷനാണ്. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് ഡേറ്റാ മെമ്പേഴ്സ് ഉണ്ടാകാം, മെമ്പർ മെത്തേഡ്സ് ഉണ്ടാകാം, കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ടാകാം, ചില അപൂർവം കേസിൽ ഫൈനലൈസും ഉണ്ടാകാം. ഓക്കെ, another important concept regarding class is compound class. What is compound class? Putting one class inside another class. ഒരു ക്ലാസ്സിൻ്റെ രൂപത്തിലുള്ള ഡേറ്റയെയും കോഡിനെയും മറ്റൊരു വലിയ ക്ലാസ്സിനകത്ത് അടക്കം ചെയ്യുന്ന പരിപാടിയാണ് കോമ്പൗണ്ട് ക്ലാസ്. കോമ്പോസിഷൻ ഈസ് ആക്ച്വലി ക്രിയേഷൻ ഓഫ് വൺ ക്ലാസ് യൂസിങ് അനദർ ക്ലാസ്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ ഒരു ക്ലാസ് പോയിൻറ്റിനെ ഡിഫൈൻ ചെയ്തു. അതിനകത്ത് കുറേ ഡേറ്റയുണ്ട്, അതിനകത്ത് കുറേ മെത്തേഡ്സും ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ക്ലാസ് പോയിൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. വേറൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നു, ക്ലാസ് ലൈൻ. ക്ലാസ് ലൈനിനകത്ത് രണ്ട് ഡേറ്റ വരുന്നത് P1 ഉം P2 ആണ്. അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കൂ, പോയിൻ്റ്. വാട്ട് ഈസ് പോയിൻ്റ്? അനദർ ക്ലാസ്. കണ്ടോ, ഈ ക്ലാസ്സിൻ്റെ രൂപത്തിലുള്ള രണ്ട് ഓബ്ജക്ട്സ് P1 ഉം P2 ഉം ലൈൻ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് കയറി വരുന്നു. അതായത് പോയിൻറ്റിനകത്ത് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഉണ്ട്, അതാണ് എയും ബിയും. ഒരു പോയിൻ്റ് എടുത്താൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് XY അല്ലെങ്കിൽ A, B. ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് എൻ പോയിൻറ്റ്സ് വേണം ലൈനിനകത്ത്, P1 ഉം P2 ഉം. P1നും A, B ഉണ്ട്, P2നും A, B ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് രണ്ടാമത്തെ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഡേറ്റ മെമ്പേഴ്സായിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിനകത്തെ രൂപത്തിലുള്ള ഓബ്ജക്ട്സ് കയറി വരുന്നു. ഇതിനെയാണ് കോമ്പൗണ്ട് ക്ലാസ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, റിക്കേഴ്സീവ് ക്ലാസ്. റിക്കേഴ്സീവ് ക്ലാസ് ഈസ് എ ക്ലാസ് ഈസ് എംബഡഡ് ഇൻസൈഡ് ഇറ്റ് സെൽഫ്. അതിനകത്ത് തന്നെ അതേ ക്ലാസ്സിൻ്റെ രൂപത്തിലുള്ള മറ്റൊരു ഒബ്ജക്റ്റിനെ ഇൻസേർട്ട് ചെയ്യുക, അതാണ് റിക്കേഴ്സീവ് ക്ലാസ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഇറ്റ് സെൽഫ്. ഒരു എക്സാമ്പിൾ കാണാം. നമ്മളൊരു ക്ലാസ് സ്റ്റുഡൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്ത് രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്ക്, അങ്ങനെ കുറേയേറെ ഡേറ്റാ മെമ്പേഴ്സ് ഉണ്ട്. അതിനുശേഷം മറ്റൊരു ഡേറ്റാ മെമ്പർ കൂടെ എഴുതിയിരിക്കുന്നത് കാണാം. ഫ്രണ്ട് എന്നാണ് അതിൻ്റെ ഡേറ്റാ മെമ്പറിൻ്റെ പേര്. ആ ഫ്രണ്ടിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കൂ, സ്റ്റുഡൻറ്റ്. വാട്ട് ഈസ് സ്റ്റുഡൻറ്റ്? നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സാണ്. അതായത് ഒരു സ്റ്റുഡൻറ്റ്, ഗായത്രി ഈസ് എ സ്റ്റുഡൻറ്റ്. ആ ഗായത്രിക്ക് രജിസ്റ്റർ നമ്പറും നെയിമും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഗായത്രിയുടെ ഫ്രണ്ടായ ഭാഗ്യയ്ക്കും ഈ പറയുന്ന രജിസ്റ്റർ നമ്പറും നെയിമും എല്ലാം ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ്, അതായത് ഗായത്രിയുടെ ക്ലാസ്സിൻ്റെ രൂപത്തിലുള്ള ഓബ്ജക്റ്റിനകത്ത് മറ്റൊരു സ്റ്റുഡൻ്റായ ഭാഗ്യയുടെ ഡീറ്റെയിൽസ് കൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ എ ക്ലാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് അനദർ ക്ലാസ് ആൻഡ് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് this class also has the same composition as that of the primary class. സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സിൽ അതേ രൂപത്തിലുള്ള മറ്റൊരു സ്റ്റുഡൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് റിക്കേഴ്സീവ് ക്ലാസ്. സോ ദീസ് ആർ ദ കോൺസെപ്റ്റ് റിഗാർഡിംഗ് പ്രോഗ്രാമിംഗ് ഇൻ ജാവ ഓഫ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ക്ലാസ് കോൺസെപ്റ്റ്. അപ്പോൾ ക്ലാസ്സിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒരു
ഒന്ന് മനസ്സിലാക്കുക, ക്ലാസ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് മനസ്സിലാക്കുക, ക്ലാസ്സിൽ നിന്ന് ഒബ്ജക്റ്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക, ക്ലാസ്സിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡ്സിനെ എഴുതി ചേർക്കാമെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മറ്റു ക്ലാസ്സസുകളെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നും കൂടെ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് class usage in Java. Thank you.